Yes, good afternoon. Good afternoon, sir. Oh, yes, Sevadi, good afternoon. Good afternoon, sir. Okay, Shamima, good afternoon. Good afternoon, sir. Okay, Lini, good afternoon. Sangeeta, Vinisha. Good afternoon, sir. Okay. നമുക്ക് പ്രയറും എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Prayer on sir. Yes, okay, Revati. We thank you, God, for giving us this day. We pray that you bless us in our work and in our play, for helping us in all that we do. Bless our work and bless our all the day. Okay, Good afternoon, okay, sir. okay. Good afternoon, friends. Yes, good afternoon to all. Then signing on. Yes, thought of the day. Okay. Sir, number. Thought of the day. Don't dwell on the past. Make the most of the present and be positive about the future. പുറകിലോട്ട് നോക്കി പാസ്റ്റിലേക്ക് തിങ്ക് ചെയ്യേണ്ട, മേക്ക് ദ മോസ്റ്റ് ഓഫ് ദ പ്രസന്റ്. ഇപ്പോ ഉള്ള പ്രസന്റിനെ ഹാപ്പി ആക്കാൻ നോക്കുക ആൻഡ് പോസിറ്റീവ് ആയിട്ട് വരുന്ന ഫ്യൂച്ചറിനെ കുറിച്ച് തിങ്ക് ചെയ്യുക. താങ്ക് യു. വെരി ഗുഡ്, വെരി ഗുഡ്. ബി പോസിറ്റീവ്. എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. യെസ്, ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിരിക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് രേവതി പറഞ്ഞതിന് ഞാൻ ഉൾക്കൊള്ളും. ഓക്കെ രേവതി? യെസ്. അപ്പോ നമ്മുടെ ഷെഡ്യൂളായിട്ട് പറഞ്ഞിരിക്കുന്ന ടൈം അടുത്ത മാസം ലാസ്റ്റോടു കൂടി ഫിനിഷിംഗ് പോയിന്റ് വരും എന്നുള്ളതാണ്. യെസ്, അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സിമ്പിൾ പ്രസന്റിന്റെ സ്ട്രക്ചർ, സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ, സിമ്പിൾ ഫ്യൂച്ചറിന്റെ സ്ട്രക്ചർ, മൂന്നാണ് നമ്മൾ പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി നമ്മൾ പറഞ്ഞില്ല. അവിടെ നിർത്തിയതിനു ശേഷം നമ്മൾ ഇതിന്റെ പാസീവ് വോയിസിലേക്ക് നമ്മൾ കടന്നു. പാസീവ് വോയിസിലേക്ക് അതില് സിമ്പിൾ പ്രസന്റിന്റെയും സിമ്പിൾ പാസ്റ്റിന്റെയും പാസീവ് വോയിസ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്, അല്ലേ സനീഷ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അത്രയും വരെ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പാസീവ് വോയിസ് എഴുതുമ്പോൾ ഓബ്ജക്റ്റ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ഓബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഓബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേറെ പിന്നെ വെർബ് ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇതാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് ഇതിന്റെ ബാലൻസിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ ഓബ്ജക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരെ അല്ലെങ്കിൽ എന്തെന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ ആണ് ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹി ഹിം ആവും, ഷീ ഹെയർ ആവും, ദം ആവും, ഐ മീ ആവും. അതും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. യെസ്, അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഞാൻ അടുത്തൊരു വാചകം വരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പോകണേ. വാചകം ഇതാണ്: ഐ വിൽ യൂസ് ലാപ്ടോപ്പ്. ഐ വിൽ യൂസ് ലാപ്ടോപ്പ്. ഞാനൊരു വാചകം എഴുതിയിട്ടുണ്ട്, ഐ വിൽ യൂസ് ലാപ്ടോപ്പ്. അപ്പൊ ഇനി ഈ വാചകം നമ്മൾ പറഞ്ഞ ആ മൂന്ന് ടെൻസ് പഠിച്ചിട്ട്, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്,
സിമ്പിൾ ഫ്യൂച്ചർ ഏത് ടെൻസിൽ വരും? ഇത് പ്രസന്റ് അല്ലേ സർ? അല്ല സോറി, പെട്ടെന്ന് ചോദിച്ചു പോകരുത്. ശരിക്കും റിലാക്സ് സാവകാശം കുറച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. യെസ്, ഐ വിൽ യൂസ് ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് വരുമോ, സിമ്പിൾ പാസ്റ്റ് വരുമോ, സിമ്പിൾ ഫ്യൂച്ചർ വരുമോ? സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ. ഓക്കെ കറക്റ്റ് ആണ്. വെരി ഗുഡ്. ലിനി. ഐ വിൽ യൂസ് ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ അതൊരു സിമ്പിൾ ഫ്യൂച്ചറായ വാചകമാണ്. ലിനിക്കത് അങ്ങനെ പിടികിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല് സിമ്പിൾ ഫ്യൂച്ചറിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് ലിനി ഓർത്തു. സബ്ജക്റ്റ്, വില്ലല്ലെങ്കിൽ ഷാല്, വെർബിന്റെ പ്രസന്റൻസ്, അതാണ് സിമ്പിൾ ഫ്യൂച്ചർ. സബ്ജക്റ്റ് ഇവിടെ ഐ ഉണ്ട്, വില്ലല്ലെങ്കിൽ ഷാലില് വില്ലുണ്ട്, യൂസ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. പിന്നെ എന്ത് വന്നിട്ടുള്ളത് നോക്കണ്ട. യെസ്, അത്രയും വരെ നോക്കിയാൽ മതി. അപ്പൊ ഇത് സിമ്പിൾ ഫ്യൂച്ചറാണ്. അപ്പൊ നമ്മൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത്, തന്നിരിക്കുന്ന വാചകം സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് നമ്മൾ എങ്ങനെ എഴുതും? അതാണ് നമ്മൾ ഇന്ന് ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കി, തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് നമ്മൾ തന്നെ എഴുതും. അത് നമ്മൾ നോക്കി. ഇന്ന് നമ്മൾ നോക്കുന്നത്, അത് കഴിഞ്ഞതിന് ശേഷം വേറെ ഒന്നുകൂടി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കി, തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എങ്ങനെ എഴുതും, അതും നമ്മൾ നോക്കി. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത്, തന്നിരിക്കുന്ന വാചകം സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് നമുക്ക് എങ്ങനെ എഴുതാവുന്നതാണ്. അപ്പൊ ആദ്യം വേണ്ടത് എന്താണ്? ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? ഓബ്ജക്റ്റ്. അത് മസ്റ്റാണ്. ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ ഓബ്ജക്റ്റ്. ഓബ്ജക്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ വില്ല് അല്ലെങ്കിൽ ഷാല, അതിലേതെങ്കിലും ഒന്ന്. വില്ലോ ഷാലോ ക്യാനോ മേയോ ഇതുവരെയും ആവട്ടെ. വില്ലോ ഷാൽ ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞുള്ളൂ. ഒന്നുകിൽ വിൽ അല്ലെങ്കിൽ ഷാൽ. അത് കഴിഞ്ഞതിന് ശേഷം ബി എന്ന് ചേർക്കാം. ബി. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതണം. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം എന്ന് വെച്ചാൽ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ. അതുകൂടി എഴുതും. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യം ഓബ്ജക്റ്റ്, പിന്നെ വില്ല് അല്ലെങ്കിൽ ഷാല്, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, വില്ല് അല്ലെങ്കിൽ ഷാല്, അത് കഴിഞ്ഞതിന് ശേഷം ബി, അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം. പിന്നെ ഐ എന്നുള്ളത് മീ ആവും, ഹി എന്നുള്ളത് ഹിം ആവും. അതൊക്കെ കോമൺ ആയിട്ടുള്ളത്. അത് അതുപോലെയൊക്കെ തന്നെ, വ്യത്യാസമില്ല. ഇതാണ് ടെൻസിൽ വരുന്ന മാറ്റം. അപ്പൊ നിങ്ങൾ അതിന്റെ ഹെഡിങ് എഴുതിക്കോ. പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ ഫ്യൂച്ചർ. പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ ഫ്യൂച്ചർ. യെസ്, പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ ഫ്യൂച്ചർ. അതിന്റെ അടിയിൽ എഴുതുക, ഇത് വരച്ചിട്ട് എഴുതി ഓബ്ജക്റ്റ് പ്ലസ് OBJECT, ഓബ്ജക്റ്റ് പ്ലസ് വില്ല് അല്ലെങ്കിൽ ഷാൽ. വില്ല് ഒരു സ്ലാഷ് വരക്കുക, ഷാൽ, വില്ല് ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വി വെർബ്. ആ വെർബിന്റെ ബ്രാക്കറ്റിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സെന്റൻസ് ഒന്ന് എഴുതി നോക്കാം. ഐ വിൽ യൂസ് ലാപ്ടോപ്പ്. ഞാൻ ലാപ്ടോപ്പ് ഉപയോഗിക്കും. നമുക്ക് ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. എന്തുപയോഗിക്കും? ലാപ്ടോപ്പ്. ലാപ്ടോപ്പ് ആണ് ഓബ്ജക്റ്റ്. ലാപ്ടോപ്പ് വിൽ ബി, അത്ര മനുഷ്യരെ. ലാപ്ടോപ്പ് വിൽ ബി. ഇനി യൂസ് എന്ന് പറയുന്ന വേർഡിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണത്?
used used by I എന്നുള്ളത് എന്താക്കി മാറ്റണം me Me. എന്ന് മാറ്റണം. ഓക്കെ ഓക്കെ റാസ്മിന. അപ്പോ ആൻസർ എന്ത് വരും? ലാപ്ടോപ്പ് will be used by me. ഓക്കെ കിട്ടിയോ? സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. വെരി ഗുഡ് വെരി ഗുഡ്. ഇപ്പൊ ഞാൻ വേറൊരു ഒന്നിന്റെ വാചകം പറയാം. എന്റെ അത് പറയാത്തൊന്നൊരു കാര്യങ്ങൾ ഉണ്ടാവും. നിങ്ങളൊന്ന് ആലോചിക്കുക. എനിക്ക് she will teach English grammar. And he will see me, S-E-E, see me tomorrow. ഓർഡർ കൂടെ എഴുതിക്കുക. They will play, P-L-A-Y, play cricket. They will play cricket. Okay. മൂന്നെണ്ണം ഉണ്ട്. എഴുതിക്കോളൂ. കഴിയുമ്പോൾ പറഞ്ഞാൽ മതി. നമുക്ക് നോക്കാം. She will teach English grammar. He will see me tomorrow. They will play cricket. Sir, good afternoon. ഒന്നുകൂടെ Yes, പറയാൻ ഞാൻ കേറിയുള്ളൂ സാറേ, ഒന്ന് പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടാവോ? എന്താ പറയുന്നത്? കഴിഞ്ഞ ക്ലാസ് ഉണ്ടായില്ലേ? ഇല്ല, 2-3 ആഴ്ചയായി സാറിന്റെ ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല ഓരോ കാര്യങ്ങൾ കൊണ്ട്. യെസ്, ഓക്കെ 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 ഓക്കെ. ഒരു കാര്യം ചെയ്യും. എഴുതിക്കോ. അതിന് കഴിഞ്ഞ ക്ലാസ് അതിന്റെ മുമ്പത്തെ ക്ലാസ്സിൽ എടുത്തതിന്റെ ബാലൻസ് ആണ് ഇത് വന്നേക്കുന്നത് കേട്ടോ. കുഴപ്പമില്ല, ഞാൻ പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ ഫ്യൂച്ചർ. പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ ഫ്യൂച്ചർ. അതിന്റെ അടിയിൽ ഒബ്ജക്റ്റ് പ്ലസ് will or shall plus be plus be, be plus verb past participle, verb past participle. Yes. ഇനി അത് കഴിഞ്ഞതിന് ശേഷം പാസീവ് വോയിസ് ആയിട്ട് മാറ്റാൻ വേണ്ടി സെന്റൻസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് she will teach English. She will teach English grammar. English grammar. രണ്ടാമത്തെ വാചകം I will, sorry, he will see me. He will see me tomorrow. മൂന്നാമത്തെ വാചകം they will play cricket. Okay, here you go. വനജക കഴിഞ്ഞു. കഴിഞ്ഞതെല്ലാം എഴുതി സാർ പറഞ്ഞത് ഓക്കെ ആയി എന്ന് പറഞ്ഞതാണ്. വെരി ഗുഡ് വെരി ഗുഡ്. ഞാൻ വിചാരിച്ചില്ല, അപ്പൊ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഉത്തരം എഴുതിയെന്ന് വിചാരിച്ചു. യെസ്, ഓക്കെ. സംഗീത കഴിഞ്ഞോ? കഴിഞ്ഞു സാർ, എന്നാലും മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ള അറിയില്ല. ഓക്കെ ഓക്കെ, അത് നമുക്ക് ഒന്നേരം പേരോട് കഴിഞ്ഞിട്ട് നമുക്ക് പിടിക്കട്ടെ. ഓക്കെ, ഡോണ്ട് വറി. മിസ്റ്റേക്കിനെ കുറിച്ച് നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ഡോണ്ട് വറി. ഓക്കെ സനീഷ.
ഓക്കെ മേരി ദൃശ്യം, ഓക്കെ റാസ്മിന്, ഓക്കെ. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഷമീമ, ആദ്യത്തെ ചോദ്യം ഞാൻ വായിക്കാം. ഷീ വിൽ ടീച്ച് ഇംഗ്ലീഷ് ഗ്രാമർ. ആൻസർ എന്താണ് ഷമീമ? സർ ഇംഗ്ലീഷ് ഗ്രാമർ വിൽ സർ കേൾക്കുന്നുണ്ടോ? പറഞ്ഞു. ഓക്കെ ഓക്കെ, കണ്ടിന്യൂ. ഇംഗ്ലീഷ് ഗ്രാമർ വിൽ ടീച്ച് ബൈ ഹർ. ഒരു വാക്കിൽ മാത്രം ചെറിയ മിസ്റ്റേക്ക് വരും. ഇംഗ്ലീഷ് ഗ്രാമർ കറക്റ്റ് ആണ്. വിൽ ബി ടീച്ച് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതിയില്ലേ, അവിടെ മാത്രം ചെറിയ മിസ്റ്റേക്ക്. ടോട്ടാണ്, TAUGHT, ടോട്ട്. ഇംഗ്ലീഷ് ഗ്രാമർ വിൽ ബി ടോട്ട് ബൈ ഹർ. വെരി ഗുഡ്. കിട്ടോളൂ. ഇംഗ്ലീഷ് ഗ്രാമർ വിൽ ബി ടോട്ട് ബൈ ഹർ. രേവതി, രണ്ടാമത്തെ സെന്റൻസ്, ഹി വിൽ സീ മീ ടുമാറോ. He has he will see me tomorrow. Tomorrow he will സാറാ എളുപ്പമുള്ളത് ഷമീമയോട് ചോദിച്ചു അല്ലേ രേവതി? അല്ല സാർ, അല്ല, അങ്ങനെയല്ല. He tomorrow I will see him. ടുമാറോ ഐ വിൽ സീ. അപ്പൊ ബി ഒന്നും വന്നില്ലല്ലോ. ഒബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, ബി വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, നമുക്ക് ബിനീഷിനോട് ചോദിക്കും. ബിനീഷ പറയട്ടെ സർ. പറഞ്ഞോ. ടുമോറോ വിൽ ബി സീൻ ബൈ ഹിം. ഓക്കെ. അവിടെ നിൽക്കട്ടെ. ഇവിടെ നമുക്ക് ഞാൻ പറയട്ടെ സർ? പറഞ്ഞോളൂ. ഞാൻ ഇങ്ങനെ എഴുതി, ഐ വിൽ ബി സീൻ ബൈ ഹിം ടുമാറോ. കറക്റ്റ് ആണോ? യെസ്, നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഓക്കെ സർ, മീ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് വരിക. അപ്പൊ മീ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ മീക്ക് പകരം ഐ കിട്ടും. വിൽ ബി സീൻ, സീന്റെ മീറ്റർ ഫോം. I appreciate your intelligence, Rasmina. നമുക്ക് നോക്കാം, തെറ്റ് പറ്റിയെങ്കിലും ശ്രദ്ധിച്ചാൽ മതി. ഹി വിൽ സീ മീ ടുമാറോ. അവൻ നാളെ എന്നെ കാണും. സെന്റൻസ്. എപ്പോൾ കാണും എന്ന് ചോദിച്ചാലാണ് നാളെ എന്ന് ആൻസർ പറയാൻ പറ്റുള്ളൂ. അപ്പൊ എപ്പോൾ എന്നുള്ളതിന്റെ ഉത്തരമാണ് നാളെ. അത് ഓബ്ജക്റ്റ് അല്ല. യെസ്, ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് രണ്ട് ചോദ്യങ്ങൾ, whom or what, ഈ രണ്ട് ചോദ്യങ്ങളുടെ ആൻസർ ആയിരിക്കും ഓബ്ജക്റ്റ്. അതല്ലാതെ അതിനകത്ത് കാണുന്നത് ഒന്നും ഓബ്ജക്റ്റ് ആയിട്ട് പരിഗണിക്കരുത്. ആരെ അല്ലെങ്കിൽ എന്ത്, ഈ രണ്ട് ചോദ്യങ്ങളുടെ ആൻസർ ആയിരിക്കും ഓബ്ജക്റ്റ്. അല്ലാതെ ഉള്ളതൊന്നും ഓബ്ജക്റ്റ് അല്ല. ഓക്കെ, ടുമാറോ എന്നുള്ളത് ഉത്തരമായിട്ട് കിട്ടണമെങ്കിൽ ആരെ കാണും, നാളെ കാണുമെന്ന് പറയാൻ പറ്റൂ. എന്ത് കാണും, നാളെ കാണുമെന്ന് പറയാൻ പറ്റൂ. അപ്പൊ നാളെ എന്നുള്ള ഉത്തരം കിട്ടണമെങ്കിൽ എപ്പോൾ കാണും, വെൻ എന്ന് ചോദിക്കണം. അപ്പൊ വെൻ എന്ന് ചോദിക്കുന്നതോ വെയർ എന്ന് എവിടെ എന്ന് ചോദിക്കുന്നതോ ഒന്നും ഓബ്ജക്റ്റ് അല്ല. അപ്പൊ ഞാൻ നമുക്ക് പറഞ്ഞ സൈഡിൽ എഴുതി വെച്ചോ, whom or what, ആരെ അല്ലെങ്കിൽ എന്ത്. ഈ ചോദ്യത്തിന്റെ ആൻസർ ആണ് എപ്പോഴും ഓബ്ജക്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ നോക്കാം. ഞാൻ പറയട്ടെ, ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കട്ടെ. He will come to see me tomorrow. He will come to see me tomorrow. He will come. ഈ come എവിടെ നിന്ന് വന്നത്? സർ, ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. It will be seen by her tomorrow.
ഇറ്റ് വിൽ ബി സീൻ ബൈ ഹെർ ടുമാറോ. അപ്പൊ ഇറ്റ് കയ്യിൽ ചേർത്തതാണ് ഈ ബിജി അല്ലേ? ആ ഓക്കെ ഓക്കെ നോക്കാം. ഇവിടെ റാസ്മിനെ പറഞ്ഞത് കറക്റ്റ് ആണ്. നമുക്ക് അങ്ങനെ ചിന്തിക്കാം. നോക്കി, ഹി വിൽ, ഞാൻ നേരത്തെ തുടങ്ങിയപ്പോ പറഞ്ഞു ഒരെണ്ണം ഞാൻ നിങ്ങളുടെ ബുദ്ധിയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തരുമെന്ന് പറഞ്ഞില്ല, അത് ഇതാണ്. ഹി വിൽ സീ, അത്ര ഉള്ളെന്ന് വിചാരിച്ചോ. ടുമാറോ ഇല്ല എന്ന് വിചാരിക്കും. ഹി വിൽ സീ മീ, അത്ര ഉള്ളു. അവൻ എന്നെ കാണും. ആരെ കാണും? എന്നെ. ഒബ്ജക്റ്റിന്റെ മീ ആണ് ഒബ്ജക്റ്റ്, മീ ആണ് ഒബ്ജക്റ്റ്. അപ്പൊ മീ എന്ന് തുടങ്ങിയ സെന്റൻസ് ആരംഭിക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ നോമിനേറ്റീവ് കേസ് പറയണത്. അപ്പൊ മീ എന്നുള്ളത് എന്തായിട്ട് മാറ്റണം? ഐ എന്ന് മാറ്റണം. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ഐ മീ ആവും എന്ന് പറഞ്ഞില്ലേ? അതുപോലെ തന്നെ ഈ മീ എന്താവും? ഐ ആവും, സബ്ജക്റ്റ് ആവുമ്പോ, തുടക്കം വരുമ്പോൾ. അപ്പൊ ആ മീ എന്നുള്ളത് നമ്മൾ ഓബ്ജക്റ്റ് ആയിട്ട് എടുക്കുക, അത് നമ്മൾ ആദ്യം എഴുതുക. അപ്പൊ എന്തായി? ഐ ആദ്യം വന്നു. അപ്പൊ ഓബ്ജക്റ്റ് കിട്ടി. ഇനി വിൽ അല്ലെങ്കിൽ ഷാല്. അപ്പൊ നമ്മളിവിടെ വില്ലൊക്കെ ഉപയോഗിച്ചു കഴിക്കും. ഐ വിൽ. പിന്നെ ബി, ഐ വിൽ ബി, അത്രയും വരെയാക്കി. ഇനി സി എന്നുള്ള വേർഡിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ സി കാണുക. പാസ്റ്റ് ടെൻസ് എന്താണ്? സോ, SAW. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? സി. അപ്പൊ SEN, സി. അപ്പൊ അതാണ് ഐ വിൽ ബി സീൻ. ഇനി ബൈ ഒക്കെ ചേർക്കുന്നതിന് മുമ്പിൽ അതിൻ്റെ അകത്ത് ബാലൻസ് എന്താ ഉള്ളത് നോക്കുക. ഒരു ടുമാറോ കിടപ്പുണ്ട്, അതും കൂടി ചേർക്കുക. അപ്പോ ഐ വിൽ ബി സീൻ ടുമാറോ ബൈ ഹിം. ഇതാണ് കറക്റ്റ് ആൻസർ. ഐ വിൽ ബി സീൻ ടുമാറോ ബൈ ഹിം. അപ്പൊ ഓക്കെ റാസ്മിയ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ഓക്കെ. ബിനീഷ് കഴിഞ്ഞ സംഗീത മൂന്നാമത്തെ വായി. എത്ര അടുത്തത്? ദേ വിൽ പ്ലേ ക്രിക്കറ്റ്. ഓക്കെ. ക്രിക്കറ്റ് വിൽ ബി പ്ലേഡ് ബൈ ദം. വെരി ഗുഡ്, കറക്റ്റ് കറക്റ്റ്. ക്രിക്കറ്റ് വിൽ ബി പ്ലേഡ് ബൈ ദം. ഓക്കെ. അപ്പൊ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ ഇതിന്റെ ടൈമോ ടുമാറോ പോലെ വേറെ എന്ത് ടൈമോ കാര്യങ്ങളോ അങ്ങനത്തെ എന്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബൈ ഹിം ചേർക്കുന്നതിന് മുന്നേ ആണോ ആഡ് ചെയ്യേണ്ടത്? കാരണം വെച്ച് കഴിഞ്ഞാല് ഈ ബൈ തുടങ്ങിയുള്ളത് ഒഴിവാക്കാം. അപ്പൊ നമ്മൾ ബൈ കഴിഞ്ഞിട്ട് ടുമാറോ ചേർക്കുമ്പോ ആ ടുമാറോ കൂടെ അതിൻ്റെ അത് പോകും. മനസ്സിലായോ? ഓക്കെ. ബൈ നോർമലി സംസാരിക്കുമ്പോ നമ്മൾ ഈ ബൈ ഹിം ഒരിക്കലും ചേർക്കൂല, അപ്പൊ അതിന് മുന്നേ ചേർക്കും. ഒമിറ്റ് ഏജന്റ് പറഞ്ഞാൽ അത് പ്രാധാന്യമില്ല. നമ്മളിപ്പോ പാസീവ് വോയിസിൽ, പാസീവ് വോയിസിൽ ചെയ്ത ആൾക്കല്ല പ്രാധാന്യം, ചെയ്ത് പ്രവർത്തിക്കാൻ. അപ്പൊ അതുകൊണ്ട് ബൈ തുടങ്ങിയുള്ളത് എഴുതിയില്ലെങ്കിലും കറക്റ്റാണ്. അതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ ഞാനത് അറിഞ്ഞിരിക്കാൻ വേണ്ടി നിങ്ങളോട് മുഴുവൻ പറഞ്ഞു മാത്രം. അപ്പൊ ബൈ കഴിഞ്ഞതിന് ശേഷമാണ് ടുമാറോ എഴുതുന്നതെങ്കിൽ ആ ടുമാറോ കൂടെ ഇതിനകത്ത് വിട്ടു. അപ്പൊ അതുകൊണ്ടാണ് ബൈ തുടങ്ങിയുള്ളത് ലാസ്റ്റ് എഴുതാൻ പറഞ്ഞത്. ഓക്കെ, യെസ്. അപ്പൊ പിടികിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞത് ഒന്ന് ക്രോഡീകരിക്കുകയാണ്. നമ്മൾ 3 ടെൻസിനെ കുറിച്ച് പറഞ്ഞു. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. അതിന്റെ സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞു. ഈ 3 സെന്റൻസിന്റെയും പാസീവ് വോയിസ് എഴുതുന്നത് എങ്ങനെയാണ് അത് നമ്മൾ പറഞ്ഞു. അപ്പോ ഇനി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. യെസ്, അപ്പോ അതിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഓക്കെ, യെസ്. പിന്നെ കുറച്ചൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ലാസ്റ്റ് നമുക്ക് അതൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഫ്രം ദി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. ഇന്നലെ MT12 പരീക്ഷയാണ് ഇംഗ്ലീഷ്. ഞാനിപ്പോ പോയി നോക്കി കഴിഞ്ഞപ്പോ 4 പേര് 100-ൽ 100 യെസ്. ഞാൻ 100-ൽ 100 കിട്ടുന്നത് പ്രതീക്ഷിച്ച 2 പേരുണ്ട്. അവർക്ക് 2 പേർക്കും 98 ഉണ്ട്. യെസ്, എന്റെ മനസ്സിലേക്ക് കണക്കൂട്ടിയത് എവിടെയോ അവർക്ക് ഓട്ടം തെറ്റിപ്പോയി. യെസ്, അടുത്ത എന്റെ പ്രതീക്ഷയാണ് MT14 നിങ്ങൾ. യെസ്. ഹലോ സാർ, കിട്ടുന്നതിലും എല്ലാവർക്കും എന്തോ എല്ലാവർക്കും സാർ വിജയിക്കുന്ന പോലെ മാർക്ക് കിട്ടുമെന്ന്. യെസ്, അത് കിട്ടിയിരിക്കും. യെസ്, ശ്രീജിനൊക്കെ ഫുൾ ഉണ്ടാവും, പേടിക്കണ്ട. പോരെ? ഇൻഷാല്ലാ. ഇൻഷാല്ലാ, ഡോണ്ട് വറി. യെസ്.
ലാസ്റ്റ് ആൻസർ പറഞ്ഞില്ലല്ലോ. ഓക്കെ ഷമീമ. ക്രിക്കറ്റ് വിൽ ബി പ്ലേഡ് ബൈ ദം. യെസ്. അപ്പൊ ഇനി ഇതിനകത്ത് കുറച്ച് ബാലൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലാസ്റ്റ് എല്ലാം സമയം ഉണ്ടെങ്കിൽ നമുക്ക് അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകാം. അപ്പൊ ഇനി വേണ്ടത് ഒരു ഹിറ്റിംഗ് എഴുതിക്കും. എന്ത്? എക്സാം സ്പെഷ്യൽ, എക്സാമിനേഷൻ സ്പെഷ്യൽ ഹിറ്റിംഗ് എഴുതി. അതിനകത്ത് തുടങ്ങി എന്താണ് ഇനി ചിരി വേണ്ട. സാറ് പ്രാക്ടിക്കൽ ക്ലാസ്സിന് വന്നപ്പോ സാറിനെ കാണാൻ പറ്റിയില്ല. കഴിഞ്ഞ ആഴ്ച ചിലപ്പോ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ കഴിഞ്ഞ ആഴ്ച കയറിയില്ല, അതാണ് വീണ്ടും പറയുന്നത്. എന്റെ വനജയുടെ ഫേസ് എങ്ങനെ ഇരിക്കുന്നെന്നുള്ള കാര്യം ഞാൻ കാണുന്നുണ്ടോ? ഞാൻ ഈ ഐക്യം മാത്രമേ കാണുന്നുള്ളൂ. ആരെങ്കിലും അവിടെ നിന്ന് ചിരിച്ചു കഴിഞ്ഞാൽ വന്ന് പറയണ്ടേ, സാറേ ഞാൻ MT40 പറയണ്ടേ? പക്ഷെ സാറിന് ഞങ്ങൾ അവിടെ മോളിലൊക്കെ അവിടെയൊക്കെ പോയി. സാർ അവിടെ ഉണ്ട്, താഴെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളറിയില്ലല്ലോ, ഞങ്ങക്ക് സാറെ അറിയില്ല. ഞങ്ങള് 2-3 പേര് ചേർന്ന് അവിടെയൊക്കെ പോയി നോക്കി സാറിനെ കാണാൻ വേണ്ടിട്ട്. മുകളിലോട്ട് വന്നാൽ മതി, അതെല്ലാം മുകളിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ മുകളിൽ പോയപ്പോ സാറ് താഴെ പോയി പറഞ്ഞു. അപ്പൊ താഴെ വന്നപ്പോ ഇനി വണ്ടി എടുക്കണതിന്റെ അവിടെ ഉണ്ടോ പക്ഷെ അവിടേക്ക് കുറച്ചു നേരം നിന്നു, കണ്ടില്ല. യെസ്. അപ്പൊ ഞാൻ കണ്ടില്ല. എന്നോട് വന്നിട്ട് അപർണ ടീച്ചർ വന്നിട്ട് പറഞ്ഞു, ആ കുട്ടികൾ അന്വേഷിക്കേണ്ട 14 ആണ്. അപ്പൊ എനിക്കറിയാമോ ടീച്ചറെ 14 ആണെന്ന്? എനിക്ക് അത് അറിയാമായിരുന്നില്ല. അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോ ഞാൻ അവിടെ വന്നപ്പോ കുറച്ചുപേര് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആരുടെ മുഖത്ത് എന്നെ കണ്ടു ചിരി കണ്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് ചിലപ്പോൾ പോയിട്ടുണ്ടാവും. പിന്നെ ഞാൻ തിരിച്ചു പോരുകയും ചെയ്തു. അതാണ് ഇതുണ്ടായ സംഭവം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്, വനജില്ലാത്തതുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞതാണ്. യെസ്. അതെ ഞങ്ങൾ പുറത്ത് കഴിക്കാൻ പോയതായിരുന്നു ഞങ്ങൾ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് സാറെ നോക്കാൻ വന്നത്. അവിടെ നിന്ന് ഇറങ്ങുമ്പോ 4-5 മണിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പൊ വീണ്ടും ചോദിച്ചു. അപ്പൊ സാറ് പോയിട്ട്, അപ്പൊ ജിഷ മാഡം പറഞ്ഞു സാറ് ചിലപ്പോ ആ ഫുഡ് കഴിക്കുന്ന ആ ബ്രേക്കിൽ ചിലപ്പോ പോയിട്ടുണ്ടാവും, നിങ്ങൾ കഴിക്കാൻ പോയപ്പോ പറഞ്ഞു. ഞങ്ങളുടെ അന്വേഷിച്ചു കേട്ടോ സാറേ. സാർ അന്വേഷിച്ചു. വെരി ഗുഡ്. അന്വേഷിച്ചില്ലേ? വെരി ഗുഡ്. നമുക്ക് കാണാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. കോൺവെക്കേഷൻ സെറിമണിയിൽ വരുമ്പോ കാണാം. ഇൻഷാല്ലാ. ഞാൻ സാറിന്റെ 2 ബുക്കുമായിട്ടാ സാറേ വന്നത്. ഹസ്ബൻഡിന്റെ ബുക്ക് സാറിന് നേരിട്ട് തരണം വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. കോൺവെക്കേഷൻ നമുക്ക് എന്തായാലും നമുക്ക് റെഡിയാക്കാം. ഓക്കെ. അപ്പൊ അന്ന് വരുമ്പോ പുള്ളിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ നമുക്ക് റെഡിയാക്കാം. യെസ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് MT10 ആൻഡ് 11 കോൺവെക്കേഷൻ കഴിഞ്ഞ ശനിയാഴ്ച. യെസ്. കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഭംഗിയായിട്ട് പോയി. കുറച്ചു പേരൊക്കെ വന്നു. അവര് വന്ന് അഭിപ്രായമൊക്കെ വന്ന് പറഞ്ഞിട്ട് പോയി. സാറിന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കണ്ടു. ഭർത്താവൊക്കെ ആയിട്ട് വന്ന് പരിചയപ്പെട്ടൊക്കെ പോയി. യെസ്. അപ്പോ നമുക്ക് കാണാം. യെസ്. കേട്ടോ, ഇതാണ് സംഭവിച്ചത്. വനജ മനഃപൂർവ്വമല്ല, തികച്ചും ആകസ്മികമാണ്. യെസ്. ഓക്കെ. അപ്പൊ എക്സാമിനേഷൻ സ്പെഷ്യൽ ഹെഡിങ് എഴുതിയത്. യെസ്. എന്നിട്ട് എഴുതിക്കോളൂ റോമൻ ലെറ്റർ 1. റോമൻ ലെറ്റർ 1 ഉണ്ട്. ചോദ്യം ഇതാണ്, fill in the blanks using using correct article. ARTICL. Fill in the blanks using correct article. Okay. റോമൻ ലെറ്റർ 1 ആണ്. അത് ഞാൻ പറഞ്ഞത്. അത് ഓർമ്മ ഉണ്ടാവണം കേട്ടോ. നമുക്ക് റോമൻ ലെറ്റർ. അപ്പൊ fill in the blanks using the correct article. അതില് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദ്യം സനീഷയോടാണ് കേട്ടോ. സനീഷ മ്യൂട്ട് ചെയ്തോ. അതൊരു ചോദ്യം ഒന്ന് കേട്ടിട്ട് എഴുതിയാൽ മതി. അല്ലെ, വായിച്ചൊക്കെ നോക്കി ഉത്തരം പറഞ്ഞാൽ മതി. ഡാഷ് സൺ SUN സൺ rises 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 in the east EAST east
dash sun rises in the east. അതിന്റെ അടിയിൽ എ ബി സി മൂന്ന് ഉത്തരം എഴുതിക്കോ. എ സി ടി എച്ച് ബി എ എ സി ആൻഡ് എ ആൻഡ്. ഓക്കെ സരീഷ, വായിച്ചു കഴിഞ്ഞു പൂരിപ്പിച്ചു. പറയട്ടെ സർ. ആ The sun This rises sun. in the east. ഓക്കെ, ദിസ് സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. കറക്റ്റ് ആണ്. ഓർമ്മയുണ്ടാവുന്നുണ്ടോ നിങ്ങൾക്ക്? എത്ര എണ്ണം ശരിയായത് ലാസ്റ്റ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പൊ ഒരെണ്ണത്തിന് 2 മാർക്കാണ്. യെസ്, അപ്പൊ മൊത്തം ഇത്ര ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചു, അതിൽ ഇത്ര എണ്ണം ശരിയായത് നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും. അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോ പഠിക്കാൻ ഞാൻ പറയണില്ല, ഒന്ന് മറിച്ച് നോക്കിയേ. എല്ലാവരും മിക്സ് ചെയ്തല്ലേ ചോദ്യം വരുന്നത്. ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയേക്കും. ആ ഓക്കെ, എന്നിട്ട് വന്നാൽ മതി. അപ്പൊ നിങ്ങൾക്ക് പറയുമ്പോൾ തന്നെ ക്ലിക്ക് ആവും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ചോദ്യം റാസ്മിനോടാണ്. എഴുതിക്കോ. ദിസ് ഈസ് സംശയം ആർക്കെങ്കിലും ചോദിച്ചേക്കണേ. ഡാഷ് ബോയ് who got GOT, who got first rank, അതിന്റെ അടിയിൽ എ ബി സി എന്ന് പറഞ്ഞിട്ട് നേരത്തെ അതേ ഉത്തരം തന്നെ എഴുതിക്കും. ഡിയും എയും ആൻഡ്. ക്ലാസ്മേറ്റ് ചാൻസ് പറയട്ടെ. ആ ദിസ് ഈസ് ദ ബോയ് എന്നല്ലേ വേണ്ടത്? കറക്റ്റ് ആണ്. ദിസ് ഈസ് ദ ബോയ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, വെരി ഗുഡ്. അതിനോട് ബോയിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നോണ്ട് ഇതാ ചേർക്കും. യെസ്, ഓക്കെ ഓക്കെ, അത് സ്പെസിഫൈ ചെയ്ത് പറയുന്നു. യെസ്. അടുത്തത് അടുത്തതിന്റെ ആൻസർ ജിനു ജോസ് ആണ്. ഐ ഗോട്ട് GOT. I got dash idea. I got dash idea. അടിയില് എ ബി സി എന്ന് പറഞ്ഞിട്ട് നേരത്തെ എഴുതിയ ഗ്രാം 3 ഉത്തരം എഴുതിക്കോ. ജിനു, ഞാൻ ആ 3 ഓപ്ഷൻസ് ഒന്നുകൂടി പറയാ. കൊച്ചു കരഞ്ഞോണ്ട് ഒന്നും കേൾക്കുന്നില്ലായിരുന്നു. ആ എന്നാ കുഴപ്പമില്ല. ദ ആൻഡ് എ ആണ് കൊടുത്തിരിക്കുന്നേ ഓപ്ഷൻസ്. 3 ബി ആൻഡ് എ. ഓക്കെ ജിനു, കുട്ടിയുടെ കാര്യം പറയുന്നത് നമ്മൾ ആൻ ഐഡിയ. Yes, correct. An idea. Very good, very good, very good. Yes. Okay. അടുത്ത question. What dash wonderful 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 scenery it is എന്നിട്ട് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഒരു വരയും ഒരു കുത്തും. വാട്ട് ഡാഷ് വണ്ടർഫുൾ സീനറി ഇറ്റ് ഈസ്. ബ്രാക്കറ്റില് നേരത്തെ ഇതേപോലെ ആൻഡ് ദി എ. വിനീതക്കാണ് ചാൻസ്. വിനീത വരുമെന്ന് വിചാരിക്കാം. മേരി ദൃശ്യ പറഞ്ഞോളൂ. Sir, what a wonderful scenery it is. What a correct answer. Very good, very good, very good, very good. Yes, correct answer. അടുത്ത ചോദ്യം. Dash new leader NEW
new leader was elected last month. Dash new leader was elected last month. Yes. Bracket and the and a ഉണ്ട്. ചോദ്യം വിജി കേസിനോടാണ്. A new leader was elected last month. ഒന്നുകൂടി ആലോചിച്ച് നോക്കിയേ. The new leader was elected last month. The new leader was elected എന്നാണെങ്കിൽ അവിടെ 2-3 കാര്യങ്ങൾ കൊണ്ട് അത് എടുത്തു പറയുന്നുണ്ട്. ആ ലീഡറിന് എന്താണ്? ന്യൂ ലീഡർ ആണ്. യെസ് യെസ്, എ ലീഡർ വാസ് എലക്ടഡ് പറയാം. ദ ന്യൂ ലീഡർ, ആ പുതിയ ന്യൂ ലീഡർ. യെസ്, ദി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. Anil is അടുത്ത ചോദ്യം വനജയോടാണ്. അനിൽ is dash only boy in the class. Anil is dash only boy in the class. നേരത്തെ ഇതുപോലെ മറ്റ് ആർട്ടിക്കിൾ ആൻസർ ആയിട്ട് എഴുതിക്കോ. വനജക്കാണ് ടേണ്. Sir, Anil is an only boy in the class. Anil is An only. ഒന്നുകൂടി ആലോചിക്കേ. അപ്പൊ the only boy in the class. The Yes, by only saying- boy. Yes, and only അല്ല, the only boy. അനിൽ നമ്മൾ എടുത്തു പറയുന്നത് ആകെയുള്ള ഒരു കുട്ടിയുടെ പർട്ടിക്കുലർസ് ചെയ്യുമ്പോൾ എപ്പോഴും ആർട്ടിക്കിൾ വരും, ദി വരും. The only boy. അടുത്ത ചോദ്യം. മിസ്റ്റർ ലാൽ, മിസ്റ്റർ എന്നുള്ളതിനെ MR തട്ടിട്ട് കുത്തിട. മിസ്റ്റർ ലാൽ is dash engineer. Mr. Lal is dash engineer. ബ്രാക്കറ്റിൽ നേരത്തെ എഴുതിയിരിക്കുന്ന 3 പേര് എഴുതിയിരിക്കുന്നു. യെസ്, ഷിജിന ഈസ് യുവർ ടേൺ. യെസ് സർ. ഇതിന്റെ അകത്ത് ഏതാ വെച്ചാൽ പൂരിപ്പിച്ചോളൂ. ഞാൻ ക്വസ്റ്റ്യൻ കേട്ടില്ല, ഞാൻ കിച്ചണിയിലായിരുന്നു, ചായച്ചൊക്കെയായിരുന്നു. ഞാനേ ക്വസ്റ്റ്യൻ കേട്ടില്ല, ഞാനേ കിച്ചണിയില് പണിയെടുത്തോണ്ട് ക്ലാസ് ഒക്കെയാണത്. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഞാൻ ചാൻസ് തരാം, കുഴപ്പമില്ല. ഓക്കെ, നോ പ്രോബ്ലം. മിന്നു ആൻസർ പറഞ്ഞോളൂ. മിന്നു നാരായണൻ പറഞ്ഞോളൂ. Mr. Lal is the engineer. ഡാഷ് എഞ്ചിനീയർ, അവിടെ എന്താന്ന് പറഞ്ഞാൽ മതി. എ ആണ്, ഡി ആണ്? A ആയിരിക്കും. എ ആയിരിക്കും, ഉറപ്പിക്ക്. Mr. Lal is engineer. എഞ്ചിനീയർ. ചെറിയൊരു കയ്യിൽ നിന്ന് പോയി എന്റെ മിന്നു. എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ അത് വവൽ സൗണ്ടിലാണ് ആരംഭിക്കുന്നത്. മിസ്റ്റർ ലാൽ ഈസ് അതന്നെ ആൻ എഞ്ചിനീയർ. ഓക്കെ, ഇനി റോമൻ ലെറ്റർ 2. യെസ്, എന്നിട്ട് ഞാൻ പറയുന്ന വാചകങ്ങൾ ക്വസ്റ്റ്യൻ എഴുതാം. റോമൻ ലെറ്റർ 2 ഫൈൻഡ് ഔട്ട്
adjective, ADJECTIVE, adjective. Adjective എന്ന് പറയുമ്പോൾ ഇവിടെ കോമൺ അകത്തിരിക്കും. In the following sentences. In the following sentences. Adjective തന്നിരിക്കുന്ന വാചകത്തെ കണ്ടുപിടിക്കണം. Adjective എന്ന് പറഞ്ഞാല് നൗണിനെ വിശേഷിപ്പിക്കുന്നത്. He is a good boy എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ? യെസ്, ചോദ്യം ലിനി തോമസിനോടാണ്. ഇറ്റ് ഈസ് യുവർ ടേൺ. എഴുതിക്കോ. അതിന്റെ അകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. He has 3 3 dogs, DOGS, dogs. He has 3 dogs. അതിന്റെ അടിയില് 3 ആൻസർ എഴുതിക്കോ. A 3 THREE 3. B രണ്ടാമത്തെ ആൻസർ B. He he. C മൂന്നാമത്തെ ആൻസർ C. Dogs, DOGS, dogs. Yes. അപ്പൊ ഈ വാചകത്തില് അഡ്ജക്റ്റീവ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. 3 ആണോ, ഹി ആണോ, ഡോഗ്സ് ആണോ? അതിൽ പറഞ്ഞ അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ ലിനി, ഇറ്റ് ഈസ് യുവർ ടേൺ. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇനി കിട്ടിയോ? സിമ്പിൾ അല്ലേ? സർ പെട്ടെന്ന് ചോദിക്കുമ്പോ എന്തോ ഒരു പേടി. യെസ്, ഓക്കെ ഓക്കെ, റിലാക്സ് എന്ന് പറഞ്ഞോളൂ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ലോട്ടറി വാല്യൂ ഉണ്ടാവുന്ന ഇമ്പോർട്ടൻസ് ഉറപ്പിക്കില്ല. ഇനി 3 ആണോ സർ? എന്നോട് ചോദിക്കാൻ പാടില്ല, ഈ ഉറപ്പിക്കാറില്ല. ഇപ്പൊ ഒന്നും പെട്ടെന്ന് വരുന്നില്ല. യെസ്, എന്നാ ഭാഗ്യം എന്താ പറയാ, ഭാഗ്യം നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി 3 is the correct answer. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. 3 ആണ്. നോക്കി, ആ ഡോഗ് നൗണാണ്. ആ നൗണിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയുള്ള ഡോഗാണ്? 3 എണ്ണം. 3 adjective of number ആണ്. 3 is the correct answer. യെസ്, സംശയം ചോദിച്ചേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം ഷെമീമയോടാണ്. We love Indian food. We love Indian food. ഇതിന്റെ അടിയില് ABC 3 ആൻസർ ഇരിക്കും. A love, B Indian, C V W-E. Okay, Shamima, it is your turn. ഇന്ത്യൻ. It's a correct answer. Very good, very good, very good. Indian ആണ്. എങ്ങനെയുള്ള ഫുഡ്? ഇന്ത്യൻ ഫുഡ്. കറക്റ്റ് ആൻസർ. സംശയം ഒരു ചോദിച്ചേക്കോട്ടെ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ രേവതിയോടാണ്. എഴുതിക്കോളൂ. I am very happy today. I am very happy today. Okay, I am very happy today. എന്നിട്ട് ABC 3 ആൻസർ എഴുതിക്കോ. A today, B am, C happy, HAPPY. പറയട്ടെ സർ.
യെസ് പറഞ്ഞോളൂ. ടുഡേ. ടുഡേ ഉറപ്പിച്ചില്ലേ? മാറൂല്ലേ? ഇല്ല. ഇല്ലേ? അല്ലേ? എന്ന് ഹാപ്പി. എന്നാ ടുഡേ അല്ലെങ്കിൽ അല്ല സാർ ഉറപ്പിച്ചില്ലേ ചോദിച്ചപ്പോ ഒരു ഡൗട്ട് വന്നു. യെസ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഞാൻ ഉണ്ടാവില്ലട്ടാ. ഇവിടെ ടുഡേ എന്ന് പറയുമ്പോൾ ഒരു ദിവസമല്ല, അത് പേരല്ലേ. അതെ. ഓക്കെ ഓക്കെ, അത് ഷിജിത. എന്നാലും ഷിജിത ചോദിച്ച സ്ഥിതിക്ക് പറഞ്ഞോ. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഹാപ്പിയിലോട്ട് രേവതി ഒന്ന് ചാടിയെന്ന് നടന്നു. പിന്നെ ഒരു സംശയം തന്നെ പോയി. എന്താ ഹാപ്പി? ഹാപ്പിയാണ്. ഹാപ്പിയാണ്. യെസ്, വെരി ഗുഡ്. അപ്പൊ ഞാൻ പറയുന്നതേ ഒരു സജഷൻ വെക്കാണ്. ഇതിന്റെ അടിയിൽ ഞാൻ 3 ആൻസർ തരുന്നുണ്ട്. 3 ആൻസർ തരാതിരുന്നാലോ? നിങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ? എന്തിനാണ് സാറ് ആവശ്യമില്ലാത്ത പഠിക്കൂടെ? അല്ലേ? ദിനുവിന് കുഴപ്പമില്ല. യെസ്. സാർ തെറ്റിയാലും സാർ പറഞ്ഞു തരും. തെറ്റിയാലും പറഞ്ഞു തരും സാർ. തെറ്റിയാലും പറഞ്ഞു തരും. അങ്ങനെ ഒരു 1 to 2 അങ്ങനെ അടുത്ത ചോദ്യം. ഓക്കെ, അടുത്ത ചോദ്യം ബിനീഷ്. യെസ്. അപ്പൊ ഇത് പോകട്ടെ. ഇതിപ്പോ 12 മിനിറ്റ് കൂടെ ഉള്ളൂ. ഇന്നത്തെ അങ്ങനെ പോട്ടെ. ചോദ്യം ഇതാണ്. ദ സ്കർട്ട്, SKIRT, സ്കർട്ട് ഈസ് 2 TOO. സർ ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയോ? Okay. The skirt, SKIRT, skirt is 2 TOO2. Tight, TIGHT, tight. The skirt is too tight. Full stop. അതിലടിയിൽ ABC 3 ആൻസർ ചെയ്തു. A, tight, TIGHT, tight. B, skirt, SKIRT, skirt. C, is, is. Yes, Vinisha, it's your turn. Tight. Tight is a correct answer. Very good. സാർ അത് പറഞ്ഞു തരുമോ? എനിക്ക് അത് മനസ്സിലായില്ല. യെസ്, ഇതിന്റെ അകത്ത് ഓക്കെ, സ്കർട്ട്. ആ സ്കർട്ടിനെ വിശേഷിപ്പിക്കുക എങ്ങനെയുള്ള സ്കർട്ടാണ്? വളരെ ടൈറ്റ് ആയി, ടു ടൈറ്റ്. അപ്പൊ ടു ടൈറ്റ് എന്നുള്ളത് നമുക്ക് എടുക്കാം. അപ്പൊ 2 വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 ഉത്തരത്തിന്റെ ഓപ്ഷനിൽ നിന്ന് ഒഴിവാക്കിയത്. ആ 2 എന്ന് പറഞ്ഞ വേർഡ് അവിടെ ഇല്ലാന്ന് വിചാരിക്കും. നോക്കിയേ, ദ സ്കർട്ട് ഈസ് ടൈറ്റ്. സ്കർട്ട് ടൈറ്റ് ആണ്. ആ സ്കർട്ടിനെ വിശേഷിപ്പിക്കുകയാണ്. സ്കർട്ട് ടൗണാണ്, പേരല്ലേ സ്കർട്ട്. എങ്ങനെയുള്ള സ്കർട്ട്? ടൈറ്റായ സ്കർട്ട്. യെസ്, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് സംഗീതക്കാണ്. ഷീ ഈസ് വെരി, VERY, very pretty, PRETTY. She is very pretty. Yes. And ABC 3 ആൻസർ ചെയ്തു. A, is. B, pretty, PRETTY, pretty. C, she, SHE, she. Okay, Sangeeta conscience. പറയട്ടെ സാർ? Yes. Pretty is a correct answer. Very good. Pretty. Very pretty. I'll pretty is a correct answer. Okay.
അടുത്തത് റോമൻ ലെറ്റർ 3. റോമൻ ലെറ്റർ 3. യെസ്, റോമൻ ലെറ്റർ. അതിന്റെ അടിയിൽ എഴുതിക്കോ. ഫൈൻഡ് ഔട്ട് adverb. ADVERB. Adverb in the following sentences. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ആഡ്വർബ് കണ്ടെത്തണം. Okay. Question number 1. You must start. അടുത്ത ചോദ്യം സനീഷ കേൾക്കുന്നതാണ്. You must start very early. EARLY. You must start very early. Yes. അതിന്റെ അടിയിൽ ABC 3 ആൻസർ എടുക്കുക. A. Very early. EARLY. B. Must. 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 C. Start. 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 Okay, Sanisha, it is your turn. Very early on. Very early. It's a correct answer. Very good. അടുത്തത് റാസ്മിനക്കാണ്. You must stay. STAY. Stay here. HER. Here. You must stay here. അതിന്റെ അടിയിൽ ABC 3 ആൻസർ എടുക്കുക. A. Stay. 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 B. YOU. You. C. Here. HER. Here. Okay, Rasmina. Here is a correct answer. Very good. അടുത്ത ചോദ്യം ജിനുവിനോടാണ്. കുട്ടികൾ അറിയണമെങ്കിൽ പറയണ്ട. ജിനു പാസ് ചെയ്യാം. യെസ്. You look very tired. You look very tired. Yes, you look very tired. Bracketly ABC. A. Very tired. B. You. C. Look. LOOK. Dino. സാർ ഒന്നുകൂടി പറയോ? Very tired. You look. No answer. Very tired. Very tired is the correct answer. Yes. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചോദിക്കാനുള്ളത്, പുള്ളി ശരിയായ എത്ര പേരുണ്ട്? Sir. Linisha, Medisha, Lini, Sanisha. Very good. Rasmina. Okay.
ഓക്കെ ഷിജി, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ജിനു, മൊത്തം എത്ര ചോദ്യം ഉണ്ടായിരുന്നു ജിനു? 12 ചോദ്യം ഉണ്ടായി. അപ്പൊ 12 ചോദ്യം 12 ശരിയായി. യെസ്, ഓക്കെ. ഒരു തെറ്റ് ഒരെണ്ണം തെറ്റിയവര് സംഗീതക്ക് വന്ന് തെറ്റിയുള്ളൂ. സംഗീത ഏതാണ് കൈവിട്ടു പോയത്? 15 ഉണ്ടായിരുന്നു സർ. 12 ശരി. 15 യെസ്, ആദ്യം 15. 7 പിന്നെ 5 പിന്നെ 3 3 പാർട്ടായിട്ട് ചെയ്തു. യെസ്, ഓക്കെ. അപ്പൊ സംഗീതക്ക് പറഞ്ഞു പോയി. 2 പോയവര് സാറേ എന്റെ ആൻ വന്നില്ലേ, അത് ചേഞ്ച് ആയി പോയി. ആൻ ഡി വന്നില്ലേ, നമ്മള് അനിൽ ഈ ഡാഷ് ഓൺലി, അത് എന്റെ തെറ്റിപ്പോയി സാർ. ഓൾറെഡിയുടെ മുന്നിൽ ആൻ വെച്ചു. OAEIOU ഉണ്ടപ്പോ അല്ലേ? ഞാൻ ആൻ ഓക്കെ. വെച്ചു. അതൊരെണ്ണം പോയി. 2 തെറ്റിയവര് യെസ്, വിജയ് കേസ്. കുഴപ്പമൊന്നുമില്ല. 12 2 പോയുള്ളൂ. യെസ്, ഓക്കെ. അപ്പോ ഇനി എന്ത് ചെയ്യാ, ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചു നോക്കി. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ വഴി ഒന്ന് കയറി പോവുകയാണ്. യെസ്, ഫ്രം ദി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, യെസ്. ഓക്കെ സനീഷ, നിങ്ങൾ കയറാൻ പറ്റിയില്ലെങ്കിൽ സൗകര്യം പോലെ കയറി നോക്കിയേക്കാം. അതാണ്. പറഞ്ഞു. അതെ, നമുക്ക് 3 ബുക്സും ഫസ്റ്റ് തുടങ്ങി ഉണ്ടാവോ? ഫസ്റ്റ് തുടങ്ങിയാണോ എടുക്ക എക്സാമിന്? മെയിൻ എക്സാമിന് ഫസ്റ്റ് തുടങ്ങിയല്ല. 3 ബുക്സ് അല്ല, ഇംഗ്ലീഷിന്റെ കേസാണ് പറയുന്നത്. ആദ്യം തുടങ്ങിയുള്ള പറ്റി അതിന് മുന്നോടിയായിട്ട് ഒരു ടൈം എക്സാമിനേഷൻ നടത്തും. ആ ടൈം എക്സാമിനേഷൻ വരുമ്പോൾ നിങ്ങൾ 8 മുതൽ താഴേക്കുള്ളത് മാത്രം നോക്കിയാൽ മതി. ചാപ്റ്റേഴ്സ് 8 മുതൽ താഴേക്കുള്ളത്. ഇംഗ്ലീഷ്. ഒന്നുകൂടി പറയാം, ടൈം എക്സാമിനേഷൻ വരുമ്പോൾ 8 മുതൽ താഴേക്കുള്ളത് നോക്കിയാൽ മതി. 8, 9, 10 അത് താഴേക്ക് നോക്കിയാൽ മതി. 1 to 7 വരെ നോക്കണ്ട. മെയിൻ എക്സാമിനേഷൻ വരുമ്പോൾ ഉള്ളത്. യെസ്, ഇനി ഡൗട്ട്? മെയിൻ എക്സാമിനേഷൻ വരുമ്പോൾ 50 ചോദ്യവും ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും. ടൈം എക്സാമിനേഷൻ വരുമ്പോൾ 10 ചോദ്യം മാത്രമേ ഇംഗ്ലീഷിൽ ഉണ്ടാവുള്ളൂ എന്നുള്ള വ്യത്യാസം മാത്രമാണ്. ബാക്കിയുള്ള ചോദ്യങ്ങൾ ബാക്കിയുള്ള സബ്ജക്റ്റിൽ നിന്ന്. യെസ്, ഓക്കെ വിനീഷ, വെരി ഗുഡ്. അല്ല, അപ്പൊ മെയില് വരുന്നത് ടൈം എക്സാം അല്ലേ? മെയില് അല്ല, മെയിലല്ല, മെയിൻ എക്സാം. അതല്ല, ഇപ്പൊ ഇനി വരുന്നില്ല എക്സാം നോമ്പ് കഴിഞ്ഞിട്ട്? അത് ടൈം എക്സാം ആണോ? അത് ആദ്യം പറഞ്ഞ ടൈം എക്സാം. ടൈം എക്സാം കഴിഞ്ഞിട്ടാണ് മെയിൻ എക്സാം വരാൻ. യെസ്, ഓക്കെ. ടൈം എക്സാമിനേഷന്റെ മാർക്കല്ല, മെയിൻ എക്സാമിനേഷന്റെ മാർക്കാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, യെസ്, ഓക്കെ. അപ്പൊ സംശയങ്ങളൊന്നും ഇല്ലാതെ വിചാരിക്കുന്നു. യെസ്, ഇനി ആർക്കെങ്കിലും സൈൻ ഓഫ് പറയണമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഞാൻ ക്ലോസ് ചെയ്യാം. യെസ്, അപ്പോ ആർക്കൊന്നും പറയാനില്ല എന്നുള്ള ഉത്തമമായ വിശ്വാസത്തിൽ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. Till then, bye. Okay, sir. താങ്ക് യു സാർ. Thank you, sir. Thank you, sir. Okay. താങ്ക് യു സാർ. Thank you, sir. Okay, Vinita. Okay, Vinisha. Okay, Shijila.